നമസ്കാരം. നിയമങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ പലർക്കും അതൊരു സങ്കീർണമായ വിഷയമാണ്, അല്ലേ? പ്രത്യേകിച്ചും നൂറ്റാണ്ടുകളായി നമ്മൾ പിന്തുടരുന്ന ആചാരങ്ങളും ഇന്നത്തെ ആധുനിക നിയമങ്ങളും തമ്മിൽ ചേരുമ്പോൾ. അങ്ങനെയൊരു വളരെ പ്രധാനപ്പെട്ട നിയമമാണ് 1956 ഹിന്ദു ദത്തെടുക്കൽ ജീവനാംശ നിയമം. ഇന്ന് നമ്മൾ ഈ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറയുന്ന അതിന്റെ ആദ്യത്തെ അധ്യായമാണ് മനസ്സിലാക്കാൻ പോകുന്നത്. വരും ഭാഗങ്ങളിൽ നമ്മൾ ദത്തെടുക്കലിന്റെയും മറ്റും വിശദാംശങ്ങളിലേക്ക് കടക്കും. പക്ഷേ അതിനു മുൻപ് ഈ ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ആക്കാം. അപ്പോൾ നമുക്ക് ഈയൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പഴയകാല ആചാരങ്ങൾ പുതിയ നിയമങ്ങളുമായി കൂടിച്ചേരുമ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുക? ഈയൊരു ചോദ്യമാണ്. അതായത് പഴയ പാരമ്പര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്ന ഒരു നിയമവ്യവസ്ഥയും തമ്മിലുള്ള ഒരു സംഘർഷം. അതാണ് ഈ നിയമത്തിൻ്റെയെല്ലാം കാതൽ എന്നു പറയുന്നത്. ശരി, അപ്പോൾ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനമായും ഈ 4 കാര്യങ്ങളാണ്. ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ തറ ഉറപ്പുള്ളതായിരിക്കണം എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇതും. ഈ നിയമത്തിന്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ആദ്യത്തെ ചാപ്റ്റർ വളരെ പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് ഈ നിയമം ഇത്രയും വലിയൊരു ലാൻഡ്മാർക്ക്, ഒരു നാഴികക്കല്ലായി കണക്കാക്കുന്നത്? ആധുനിക ഹിന്ദു കുടുംബ നിയമങ്ങളുടെയെല്ലാം ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ എന്തായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം? ഇവിടെ ഈ നിയമത്തിന്റെ ലക്ഷ്യം 2 പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് വാക്കുകളിലുണ്ട്. ഒന്ന് എമെൻഡ്, പിന്നെ കോഡിഫൈ. എമെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭേദഗതി വരുത്തുക. കോഡിഫൈ എന്ന് വെച്ചാൽ ക്രോഡീകരിക്കുക, അതായത് എല്ലാം കൂടി ഒന്നിച്ചൊരു രൂപത്തിലാക്കാം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പഴയതിനെ അപ്പാടെ എടുത്ത് കളയാന്നല്ല, മറിച്ച് നമ്മുടെ രാജ്യത്ത് പലയിടത്തും പല രീതിയിലുള്ള നിയമങ്ങളും ആചാരങ്ങളുമൊക്കെയായിരുന്നല്ലോ, അതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരൊറ്റ നിയമപുസ്തകം ഉണ്ടാക്കുക. അതായിരുന്നു ലക്ഷ്യം. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കാം. ഈ നിയമം എപ്പോഴാണ് വന്നത്? 1956 ഡിസംബർ 21 ഇത് നിലവിൽ വരുന്നത്. അതിന് മുൻപത്തെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കൂ. ദത്തെടുക്കലും ജീവനാംശവുമൊക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരുന്നു. പല പ്രാദേശിക ആചാരങ്ങൾ, കീഴ്വഴക്കങ്ങൾ, ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഈ നിയമം വന്നതോടെ ഇന്ത്യയിൽ എവിടെ പോയാലും ഒരൊറ്റ നിയമം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ശരി, അപ്പോൾ നിയമം വന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അടുത്ത പ്രധാന ചോദ്യം ഇതാണ്: ആർക്കൊക്കെയാണ് ഈ നിയമം ബാധകമാവുന്നത്? ഹിന്ദു എന്ന് പറയുമ്പോൾ ആരാണിതിൽ വരുന്നത്? നിങ്ങൾ വിചാരിക്കുന്നതിനും കുറച്ചുകൂടി വിശാലമാണ് അതിൻ്റെ ഉത്തരം, കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ നിയമം അനുസരിച്ച് ഹിന്ദു എന്ന വാക്കിന് നല്ല വിശാലമായ അർത്ഥമാണ്. ഒന്നാമതായി ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗങ്ങളും, അതായത് വീരശൈവ, ലിംഗായത്ത്, ബ്രഹ്മസമാജം, അങ്ങനെയുള്ളവരെല്ലാം ഇതിൽ വരും. ഇനി അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്നുദ്ഭവിച്ച ബുദ്ധ, ജൈന, സിഖ് മതത്തിൽപ്പെട്ടവരും നിയമപരമായി ഈ ആക്ടിന്റെ പരിധിയിലാണ്. പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ പാഴ്സിയോ അല്ലെങ്കിൽ ജൂതനോ അല്ല എങ്കിൽ, മറിച്ചൊരു തെളിവില്ലാത്ത പക്ഷം ഈ നിയമം നിങ്ങളെയും ഒരു ഹിന്ദുവായിട്ടാണ് കണക്കാക്കുക. ഇത് പലർക്കും പുതിയ അറിവായിരിക്കും. ഇനി കുട്ടികളുടെ കാര്യമോ? അതിലും നിയമം നല്ല വ്യക്തത തരുന്നുണ്ട്. അച്ഛനും അമ്മയും ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവരാണെങ്കിൽ സ്വാഭാവികമായും അവരുടെ കുട്ടികൾക്കും ഇത് ബാധകമാണ്. ഇനി അച്ഛനോ അമ്മയോ ഒരാൾ മാത്രം ഈ വിഭാഗത്തിൽപ്പെട്ടാലോ, ആ കുട്ടി വളരുന്നത് ആ സമൂഹത്തിലാണെങ്കിൽ അപ്പോഴും നിയമം ബാധകമാകും. അതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയെ ഈ മതവിഭാഗങ്ങളിൽ ഒന്നിൽപ്പെട്ട ഒരാളായി വളർത്തുകയാണെങ്കിൽ ആ കുട്ടിയും ഇതിന്റെ പരിധിയിൽ വരും. അതുപോലെ തന്നെ ഈ മതങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നവരും തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നവരും ഇതിന്റെ പരിധിയിൽ വരും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പ്രധാനപ്പെട്ട എക്സെപ്ഷൻ, അതായത് ഒഴിവാക്കൽ ഇതിലുണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് ഈ നിയമം തനിയെ ബാധകമാകില്ല. കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രത്യേക വിജ്ഞാപനം ഇറക്കിയാൽ മാത്രമേ അവർക്കിത് ബാധകമാവുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ശരി, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നിയമത്തിന്റെ ഒരു ഡിക്ഷണറി പോലെയാണ്. കാരണം നിയമത്തിൽ ഓരോ വാക്കിനും വളരെ കൃത്യമായ അർത്ഥങ്ങളുണ്ട്. വെറുതെ നമുക്ക് തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിലെ ചില പ്രധാനപ്പെട്ട വാക്കുകൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ വാക്ക് കസ്റ്റം അല്ലെങ്കിൽ യൂസേജ്. നമ്മൾ സാധാരണ പറയുന്ന ആചാരം, കീഴ്വഴക്കം എന്നൊക്കെ പറയില്ലേ, അതുതന്നെ. പക്ഷേ എപ്പോഴാണ് ഒരാചാരത്തിന് നിയമത്തിന്റെ ശക്തി കിട്ടുന്നത്? അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഒരുപാട് കാലം തുടർച്ചയായി ഒരേപോലെ ആളുകൾ പിന്തുടർന്നു പോരണം. അപ്പോഴാണ് അതിനൊരു നിയമത്തിന്റെ ബലം വരുന്നത്. പക്ഷേ വേറെയും നിബന്ധനകളുണ്ട്. ആ ആചാരം വ്യക്തമായിരിക്കണം, അതിലൊരു യുക്തി വേണം. ഏറ്റവും പ്രധാനം, അത് നമ്മുടെ രാജ്യത്തെ പൊതുനിയമങ്ങൾക്ക് വിരുദ്ധമാകാനും പാടില്ല. അടുത്ത വാക്ക് മെയിൻ്റനൻസ്. മലയാളത്തിൽ നമ്മൾ ജീവനാംശം എന്ന് പറയും. പക്ഷെ നിയമത്തിൽ ഇതിന്റെ അർത്ഥം കുറച്ചുകൂടി വലുതാണ്. വെറുതെ കുറച്ച് പൈസ കൊടുക്കുന്നതല്ല ജീവനാംശം. നോക്കൂ, ഭക്ഷണം, വസ്ത്രം, താമസിക്കാനുള്ള സൗകര്യം, വിദ്യാഭ്യാസം, പിന്നെ അസുഖം വന്നാൽ ചികിത്സ, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്.
ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവിക്കാനാവശ്യമായ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ഇതിൽ വരും. ഈ ജീവനാംശം എന്ന നിർവചനത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് അവിവാഹിതയായ ഒരു മകളുടെ കാര്യത്തിൽ. അവളുടെ വിവാഹത്തിനു വരുന്ന ന്യായമായ ചിലവുകൾ കൂടി മെയിൻ്റനൻസ് എന്നതിൻ്റെ പരിധിയിൽ വരും. ഇത് വളരെ പ്രോഗ്രസീവായ കാര്യമാണല്ലേ? ഇനി അടുത്തത് മൈനർ. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പ്രായപൂർത്തിയാകാത്തയാൾ. ഈ നിയമപ്രകാരം 18 വയസ്സ് തികയാത്ത ഏതൊരു വ്യക്തിയും മൈനറാണ്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ്. ശരി, നമ്മൾ ഈ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയാണ്. ഒരുപക്ഷെ ഇതിലെ ഏറ്റവും ശക്തമായ ഭാഗം എന്ന് തന്നെ പറയാം. അതായത് ഈ നിയമത്തിന്റെ പരമാധികാരം സ്ഥാപിക്കുന്ന ഒരു സെക്ഷൻ. ഇതിനെ ഓവർറൈഡിംഗ് എഫക്റ്റ് എന്ന് പറയും. ഈ മാറ്റം എന്താണെന്ന് ഈ സ്ലൈഡിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. 1956 മുൻപുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ. പലതരം ഗ്രന്ഥങ്ങൾ, ഓരോരുത്തർക്കും ഓരോ വ്യാഖ്യാനങ്ങൾ, പലതരം നാട്ടാചാരങ്ങൾ, എല്ലാം കൂടെ ഒരു കൺഫ്യൂഷനായിരുന്നു. എന്നാൽ ഈ നിയമം വന്നതോടെ ഒറ്റയടിക്ക് സീൻ മാറി. ഈ നിയമമാണ് ഇനി ഏറ്റവും വലുത്, എ സുപ്രീം ലോ. ഈ നിയമത്തിൽ പറയുന്നതിന് എതിരായി പഴയ ഏതെങ്കിലും പുസ്തകത്തിലോ ആചാരത്തിലോ നിയമത്തിലോ എന്തുണ്ടായിരുന്നാലും അതിനിപ്പോൾ ഒരു വിലയുമില്ല. അത് അസാധുവായി. ഇത് നിയമരംഗത്ത് വലിയൊരു വ്യക്തതയാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തീർക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായി ഓർത്തിരിക്കേണ്ടത്? നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. 1. 1956 ഈ ആക്ട് ദത്തെടുക്കലിനും ജീവനാംശത്തിനുമുള്ള നിയമങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ക്രോഡീകരിച്ചു. 2. ഹിന്ദു എന്ന വാക്കിനെ നിയമപരമായി വളരെ വിശാലമായൊരു അർത്ഥം കൊടുത്തു. 3. കസ്റ്റം, മെയിൻ്റനൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട വാക്കുകൾക്ക് കൃത്യമായൊരു നിർവചനം നൽകി. 4. ഈ നിയമം വന്നതോടെ പഴയ എല്ലാ നിയമങ്ങളെയും ആചാരങ്ങളെയും ഇത് ഓവർറൈഡ് ചെയ്തു, അതായത് മറികടന്നു. ഇതാണ് ഇതിന്റെ അടിത്തറ. അപ്പോൾ ഈ നിയമത്തിന്റെ അടിത്തറ ഇപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയി. ഇനി സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യമെന്താണ്? ഈ അടിത്തറയുടെ മുകളിൽ പണിത നിയമപരമായ ശരിയായ ഒരു ഹിന്ദു ദത്തെടുക്കലിന്റെ പുതിയ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി നോക്കാം. അടുത്ത വിശകലനത്തിൽ കാണാം.